ഹായ് ഫ്രണ്ട്സ്, ഞാൻ എന്തുവാണ് നമുക്കൊരു പാക്ക് ഉണ്ടാക്കിയാലോ? ഓക്കെ, ഞാനതിന് ചെമ്പരത്തിപ്പൂ പറിക്കുക, കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും പൊട്ടിക്കുക. കണ്ടല്ലോ, നമുക്ക് നല്ലൊരു പാക്ക് ഇടാം കേട്ടോ. മുടി നല്ലതായിട്ട് ഇതുപോലെ മാസത്തിൽ ഒരിക്കലൊക്കെ നമ്മളൊരു പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുടി നല്ലതായിട്ട് വളരും. ഇതുണ്ടോ, റോസ്മേരി കുറച്ചതെടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ കേശവർത്തിനി, ഇതിന് മുന്നേ ഇതുപോലൊരു പാക്ക് ഇട്ടിട്ടുണ്ട്. ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് തുളസി ഇലയും കൂടി എടുക്കും. തുളസിയുടെ എല്ലാം നമുക്ക് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ഒക്കെ മാറാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് തുളസിയുടെ ഇല. ഓക്കെ, നമുക്ക് കുറച്ച് നമ്മുടെ അലോവേറയും കൂടി എടുക്കാം. ഓക്കെ, ഒക്കെ ഞാനിവിടെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അതും കൂടി നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു പാക്ക് ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്, ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ഇട്ട് പാക്കിട്ട് മുടിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നല്ല മുടി നല്ല നറിഷിങ് ആവും, നല്ല ഷൈനിങ്, നല്ലതായിട്ട് മുടി സ്ട്രെങ്തൻ ചെയ്യും. ഇത്രയും സാധനങ്ങൾ, അപ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂ ഉണ്ട്, തുളസിയിലുണ്ട്, നമ്മുടെ അലോവേറയുണ്ട്, തെച്ചിപ്പൂ നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്, നമ്മുടെ കേശവർത്തിനിയുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്ക് നല്ലൊരു ഹെയർ പാക്ക് ഉണ്ടാക്കി മുടിയിലിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഫ്രണ്ട്സ്, നമ്മൾ കണ്ടല്ലോ, പാക്ക് കണ്ടല്ലോ, നോക്കൂ. കണ്ടോ, മുടി നല്ലൊരു ടെക്സ്ചറായിട്ടുണ്ട്. അപ്പം ഈ പാക്ക് എല്ലാവരും ട്രൈ ചെയ്യണം. വീണ്ടും ഞാൻ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം പറഞ്ഞുതരാം. നമ്മൾ ചെമ്പരത്തിപ്പൂ യൂസ് ചെയ്തു, ഹിബിസ്കസ്, റോസ്മേരി, ഉലുവ, ഫെനുഗ്രീക്ക്, ദെൻ ലീവ്സ്, ഹിബിസ്കസ് ലീവ്സ് ഉപയോഗിച്ചു, ചെമ്പരത്തിയുടെ ഇല ഉപയോഗിച്ചു, റോസ്മേരി ഉപയോഗിച്ചു, തുളസിയുടെ ഇല ഉപയോഗിച്ചു. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് പനിക്കൂർക്ക ആഡ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ് ഉണ്ടാക്കിയ പാക്കിനകത്ത് ഞാൻ ഇത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പനിക്കൂർക്ക. അപ്പം ഇത്രയും പാക്കിട്ട് ഇതിനോടൊപ്പം ചിലർ എണ്ണ തൊട്ട് പുരട്ടിയിട്ട് ഈ പാക്ക് ഇടുന്നവരുണ്ട്. ഭയങ്കര ഫ്രിസി ആയിട്ട് ഹെയർ കിടക്കുന്നുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ നമ്മൾ അധികം ഓയിൽ നമ്മൾ മുടിയിൽ തൊട്ട് പുരട്ടിയിട്ട് നമ്മൾ ഈ പാക്ക് ഇടുവാണെങ്കിൽ നമുക്ക് ഈ പാക്കിൻ്റെ എഫക്റ്റ് അധികം കിട്ടത്തില്ല. പക്ഷേ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുള്ളത് അവർ എണ്ണ തൊട്ട് പുരട്ടിയതിന് ശേഷമാണ് ഈ പാക്ക് ഇടുന്നത്. ഓക്കെ, അപ്പം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല യൂസ് ചെയ്തേക്കണേ. ഞാൻ എണ്ണയിട്ട് നമ്മൾ ഷാമ്പൂ ചെയ്ത് വാഷ് ചെയ്ത മുടിയിലേക്കാണ് നമ്മൾ ഈ പാക്ക് ഇട്ടേക്കണേ. കണ്ടോ, മുടി ഒന്ന് വെട്ടിയതിന് ശേഷം നല്ലോണം വളർന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെയർ കിട്ടും. സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ മാറി. നമ്മൾ തുളസിയില എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മെയിനായിട്ട് തുളസിയിലയും പനിക്കൂർക്കയും യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടിയിലെ സ്പ്ലിറ്റ് എൻഡ്സ്, ഡാൻഡ്രഫ് ഇഷ്യൂ ഒക്കെ മാറാനാണ്. അത് വളരെ നല്ലതാണ്. പിന്നെ ഒത്തിരി നേരം പാക്ക് തലമുടിയിൽ വെച്ച് ഇരിക്കുന്നവർക്ക്, തലനീരിറക്കത്തിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ളവർക്ക് പനിക്കൂർക്ക ആഡ് ചെയ്യാം. ഞാൻ പനിക്കൂർക്ക ആഡ് ചെയ്തിട്ടില്ലായിരുന്നു ഇപ്രാവശ്യത്തെ പാക്കിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഇട്ട് ഈ പാക്ക് കണ്ടല്ലോ മുടി എങ്ങനെ കിടക്കുന്നതെന്ന്. ഓക്കെ, നിങ്ങൾക്ക് അതുപോലെ ഇങ്ങനെ ഒരു പാക്ക്, നമ്മളിപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ളവർ ഒരു ഫ്രൈഡേ ഈവനിങ്ങോ ഇപ്പോൾ സാറ്റർഡേ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ മൺഡേ ഓഫീസിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് നല്ലതായിട്ട് കിടക്കും, നല്ല ഉള്ളോട് കൂടി. ഓക്കെ, അപ്പം എല്ലാവരും ഈ പാക്ക് ട്രൈ ചെയ്യുക. പിന്നെ നമ്മുടെ പ്രോഡക്ട്സ്, നമ്മുടെ ഓഫറൊക്കെ കഴിഞ്ഞു. നമുക്ക് ക്രിസ്മസിനും ടിൽ ജാനുവരി ഫസ്റ്റ് വീക്ക് വരെ നമ്മൾ ഓഫർ ഇട്ടിരുന്നു. ആ ഓഫർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം.
അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഹെയർ ഓയിലിൻ്റെ പ്രൈസ് 600 തന്നെയാണ്. ബട്ട് ഇപ്പം നമ്മൾ 3-4 ബോട്ടിലൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഡിസ്കൗണ്ട് ഉണ്ടാവും. ഫേസ് സിറത്തിനെ കുറിച്ച് ഇടയ്ക്ക് 2-3 ഫീഡ്ബാക്ക്സ് എനിക്ക് കിട്ടിയായിരുന്നു. ചേച്ചി പിഗ്മെൻറ്റേഷനൊക്കെ ഒത്തിരി മാറി, ഇപ്പം നല്ല ഫേസ് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അത് നമ്മളെല്ലാ ഹെർബൽ പ്രോഡക്റ്റ്സാണ് നമ്മുടെ ഫേസ് സിറത്ത്, നമ്മുടെ ഹെയർ സിറത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. മുടി കൊഴിച്ചിൽ നിൽക്കും, നമ്മുടെ സ്കാൽപ്പിൻ്റെ എല്ലാ ഇഷ്യൂസും മാറാൻ ഹെയർ സിറം നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ബാക്കി എല്ലാ പ്രോഡക്റ്റ്സും നല്ലോണം എന്താ പറയുക എല്ലാവരും സ്വീകരിച്ചു. ഒത്തിരി താങ്ക്സ്. നമ്മൾ 2026 സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണം. അപ്പം എത്രയും പെട്ടെന്ന് ഫേസ് സിറം, ഹെയർ ഓയിൽ ഒക്കെ ഓർഡർ ചെയ്തോളൂ. പിന്നെ ചിലർ ചോദിച്ചായിരുന്നു തൈറോയ്ഡ് ഇഷ്യൂ, PCOD ഒക്കെ ഉള്ളവർക്ക് മുടി നല്ലതായിട്ട് വളരുമോ ചേച്ചി എണ്ണ തേച്ചാൽ? തീർച്ചയായിട്ടും. പക്ഷെ നിങ്ങൾ ആ ഒരു കെയർ കൊടുക്കണം. പ്രത്യേകിച്ച് അങ്ങനെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, നമ്മൾ വീട്ടിൽ വന്നു, എന്തായാലും കുറച്ച് നാൾ നമുക്കൊരു മുടി പൊഴിച്ചിലും മുടിക്കൊരു ഡ്രൈനെസ്സും ഒരു അൺഹെൽത്തി ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് നല്ലോണം ഫുഡിൽ, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നല്ലോണം നമ്മൾ നല്ല പ്രോട്ടീൻ, മിനറൽസ്, വിറ്റമിൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, പ്രോപ്പറായിട്ട് മെഡിക്കേഷൻ എടുക്കുക, നല്ലോണം റെസ്റ്റ് എടുക്കുക. മെയിൻലി നമ്മുടെ ഉറക്കം ശരിയായില്ലെങ്കിൽ നമ്മുടെ കണ്ണിന് താഴെയൊക്കെ ഡാർക്ക് സർക്കിൾസ് വരും, ഭയങ്കര എന്താ പറയുക, പിന്നെ അത് സ്കിന്നിന് ഭയങ്കര ഡള്ളാവും. അത് കുറച്ച് ടൈം എടുക്കും. നമ്മൾ നല്ലൊരു ഫേസ് പാക്ക് ഒക്കെ ഇനി അടുത്ത ഞാനൊരു വീഡിയോ മിക്കവാറും ഒരു ഫേസ് പാക്ക് ആയിരിക്കും ഇടുന്നത്. നമ്മുടെ നൈറ്റ് ക്രീം വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ക്രീമാണ്. ഒരു ക്രീം യൂസ് ചെയ്യാത്തവർക്ക് ആ നൈറ്റ് ക്രീം, ഹെർബൽ ക്രീം യൂസ് ചെയ്തപ്പോൾ പെട്ടെന്ന് അവർക്ക് റിസൾട്ട് കിട്ടി. നമ്മുടെ ക്രീമിൻ്റെ കൂടെ വേറെ കെമിക്കലൈസ്ഡ് ആയിട്ടുള്ള ക്രീം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. സോ കഴിയുന്നതും നമ്മുടെ നൈറ്റ് ക്രീം നമ്മൾ വേറെ ഒരു ക്രീമിൻ്റെ കൂടെ യൂസ് ചെയ്യാതെ അത് മാത്രം ഇട്ട് കിടന്ന് രാവിലെ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. ആ സ്കിന്ന് നല്ലതായിട്ട് വലിച്ചെടുക്കുകയും ചെയ്യും. ഞാനിതിൻ്റെ ടെസ്റ്റ് മണിയൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി നോക്കുക. എല്ലാവർക്കും നല്ല റിസൾട്ട് തന്നൊരു ക്രീമാണ് നമ്മുടെ നൈറ്റ് ക്രീം, ഡേ ക്രീം എല്ലാം. ഓക്കെ, നമുക്ക് ഡേ ക്രീമും ഉണ്ട്, നൈറ്റ് ക്രീമും ഉണ്ട്. ഡേ ക്രീം നമുക്ക് ഡേ ക്രീമിലും നൈറ്റ് ക്രീമിലും നമ്മൾ സാഫ്രൺ അങ്ങനെ ഒത്തിരി ഭയങ്കര വാല്യുബിളായിട്ടുള്ള ഹെർബ്സ് ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണേ. അപ്പം എല്ലാവരും പ്രോഡക്റ്റ്സൊക്കെ ഓർഡർ ചെയ്തോളൂ. നല്ല ഓഫേഴ്സൊക്കെ ഒത്തിരി പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്നവർക്ക് കിട്ടും. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പാക്ക് എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും നല്ല റിസൾട്ട് ആവും. നിങ്ങൾ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഓക്കെ, സോ നമ്മൾ അഗെയിൻ വിൽ മീറ്റ് ഓൺ എന്താ പറയുക നെക്സ്റ്റ് വീഡിയോ വിത്ത് അനദർ ന്യൂ കണ്ടൻറ്റ് വിത്ത് ബേബി ഒരു നല്ലൊരു ഫേസ് പാക്ക് ആയിരിക്കും. ബ്ലെസ് യു.